ഇന്ന് നമ്മുടെ യാത്ര അതിരപ്പള്ളിയിലേക്കാണ്. കാലവർഷം കലിതുള്ളി നിൽക്കുന്ന സമയമാണ്. ഇന്ന് ജൂലൈ 29. ഏതാണ്ട് 31 ആയപ്പോഴേക്കും അതിരപ്പള്ളി അടച്ചിരുന്നു. അതിനാൽ തന്നെ ഈ വീഡിയോ കാണുന്നവർ അതിരപ്പള്ളി ഓപ്പൺ ആയിട്ടുണ്ട് എന്ന് വിചാരിച്ച് അങ്ങോട്ടേക്ക് പോകരുത്. ഗവൺമെന്റിന്റെ ഒഫീഷ്യൽ അറിയിപ്പ് ലഭിച്ചതിന് ശേഷം യാത്ര പ്ലാൻ ചെയ്യുക. നമ്മളിപ്പോൾ ഏതാണ്ട് ആതിരപ്പള്ളി വനമേഖലയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഇവിടെ ധാരാളം പ്ലാന്റേഷനുകളും വനമേഖലയും ഒരുമിച്ച് നമുക്ക് കാണാം. പാരലായി തന്നെ ചാലക്കുടി പുഴ ഒഴുകുന്നതും കാണാം. ചാലക്കുടി പുഴയാണ് അതിരപ്പള്ളി വെള്ളച്ചാട്ടമായി പരിണമിക്കുന്നത്. പോകുന്ന വഴി നമ്മൾ സിൽവർ സ്റ്റോൺ വാട്ടർ തീം പാർക്ക് കടന്നു പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് വനമേഖലയിലൂടെ തന്നെയാണ് നമ്മുടെ സഞ്ചാരം. വഴിയിൽ പലയിടത്തും ആനയെ സൂക്ഷിക്കാനുള്ള ബോർഡുകൾ നമുക്ക് കാണാം. ബോർഡുകൾ വെറുതെ വച്ചിരിക്കുന്നതല്ല എന്ന് റോഡ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. നിറയെ ആനപ്പിണ്ടവും പനമരങ്ങൾ മറിച്ചിട്ട് അതിൻ്റെ ഇളം ഭാഗം നിന്നിട്ടിരിക്കുന്നതൊക്കെ നമുക്ക് വഴിനീളെ കാണാൻ സാധിക്കുന്നുണ്ട്. മഴക്കാലം ആയതുകൊണ്ട് തന്നെ ഇതുവഴിയുള്ള ഡ്രൈവിംഗ് അടിപൊളിയാണ്. അതേപോലെ തന്നെ അപകടകരവുമാണ്. നമ്മൾ വരുന്ന വഴിക്ക് തന്നെ റോഡിന് കുറുകെ ഒരു തെങ്ങ് മറിഞ്ഞു വീണ് കുറച്ചു നേരം റോഡിൽ കിടന്നിരുന്നു. അപ്പോഴത്തെ പരിശ്രമത്തിൽ അത് വീഡിയോ എടുത്തിരുന്നില്ല. ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഇവിടെ നിന്ന് നമ്മൾ ടിക്കറ്റ് എടുക്കണം. വണ്ടി പാർക്കിങ്ങിന് 2 പേർക്കും കൂടി 160 രൂപയാണ് ടിക്കറ്റ് ചാർജ് ആയത്. നിങ്ങൾ ഗൂഗിൾ മാപ്പ് നോക്കിയാണ് വരുന്നതെങ്കിൽ ഈ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ മാപ്പ് നമ്മളെ നല്ല രീതിയിൽ കൺഫ്യൂസ്ഡ് ആക്കും. അതുകൊണ്ട് തന്നെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ മാപ്പ് നോക്കരുത്. മെയിൻ റോഡ് പിടിച്ച് നേരെ അങ്ങ് പോയാൽ മതി. നമുക്ക് സ്ഥലത്തെത്താൻ പറ്റും. വണ്ടി പാർക്ക് ചെയ്ത് നമ്മൾ നേരെ വെള്ളച്ചാട്ടത്തിനടുത്തേക്ക് നടക്കുവാണ്. ഇതാണ് മെയിൻ എൻട്രൻസ്. ഇവിടെയും നമ്മൾ നേരത്തെ ടിക്കറ്റ് എടുത്ത ചെക്ക് പോസ്റ്റിനടുത്തും കുറച്ച് ആളുകൾ റെയിൻകോട്ടും ഫോൺ കവറും ഒക്കെ വിൽക്കാൻ നിൽക്കുന്നുണ്ടാകും. അത് വാങ്ങുന്നത് നന്നായിരിക്കും. അതിൻ്റെ കാരണം വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് പിടികിട്ടും. അല്ലെങ്കിൽ അതിരപ്പള്ളി വിസിറ്റ് പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ കയ്യിലുള്ള റെയിൻകോട്ട് നിങ്ങളുടെ കയ്യിൽ കരുതിയാലും മതി. അപ്പോൾ ഇവിടെയുള്ള എൻട്രൻസിൽ നമ്മൾ അവിടെ നിന്നെടുത്ത ടിക്കറ്റ് കാണിച്ച് നമുക്ക് അകത്തോട്ട് കയറാം. അപ്പോൾ ഈ വഴിയിലൂടെ നമ്മൾ കുറച്ച് ദൂരം അകത്തോട്ട് നടന്നു വേണം നമുക്ക് വാട്ടർ ഫാൾസിലോട്ട് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ നടക്കുന്ന വഴിയെല്ലാം കരിങ്കല്ല് നിരത്തിയും അതിനു പുറത്ത് കോൺക്രീറ്റ് ഇട്ടും നടക്കാൻ ബുദ്ധിമുട്ടില്ലാതെ സെറ്റാക്കിയിട്ടുണ്ട്. കൂടാതെ പോകുന്ന വഴിയിൽ മരങ്ങൾക്ക് ചുറ്റും നമുക്കിരുന്ന് വിശ്രമിക്കാൻ പാകത്തിന് കൈവരികളും വേസ്റ്റ് ബിന്നുകളും എല്ലാം ഉണ്ട്. കേരളത്തിലെ മറ്റ് വിനോദസഞ്ചാര കേന്ദ്രങ്ങളുമായി കമ്പയർ ചെയ്യുമ്പോൾ ഏറെക്കുറെ നന്നായി തന്നെ ഈ പ്രദേശങ്ങൾ സംരക്ഷിക്കുന്നുണ്ട്. നിങ്ങൾ ബൈക്കിലാണ് വരുന്നതെങ്കിൽ എൻട്രൻസിൽ തന്നെ ക്ലോക്ക് റൂം ഫെസിലിറ്റീസ് അവൈലബിൾ ആണ്. ബാഗോ ഹെൽമറ്റോ ഉണ്ടെങ്കിൽ ചെറിയ കാശടച്ച് അവിടെ സൂക്ഷിക്കാം. മാക്സിമം കയ്യിൽ കനമുള്ള ഒന്നും വെക്കാതെ വെള്ളച്ചാട്ടം കാണാൻ പോകുന്നതാവും നല്ലത്. ചെറിയൊരു സഞ്ചിയിൽ റെയിൻകോട്ട് മാത്രം കയ്യിൽ കരുതുക. അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന് അടുത്ത സ്ഥിതി ചെയ്യുന്ന ഈ നിബിഡ വനങ്ങൾ അപൂർവ ജൈവസമ്പത്തിന്റെ കലവറയാണ്. ഇരുൾ, ഇലവ്, വെൺതേക്ക്, മരുത്, വേങ്ങ, കാഞ്ഞിരം, മരോട്ടി, തേക്ക്, വീട്ടി തുടങ്ങിയ വാണിജ്യ പ്രാധാന്യമുള്ള നിരവധി വൃക്ഷങ്ങൾ ഇവിടെ വളരുന്നു. വേഴാമ്പൽ, വാനമ്പാടി, കൃഷ്ണപ്പരുന്ത്, മാടത്ത, കാട്ടിലക്കിളി തുടങ്ങി നിരവധി പക്ഷികളുടെയും ആന, കാട്ടുപോത്ത്, വെരുക്, കടുവ, കരിങ്കുരങ്ങ്, സിംഹവാലൻ കുരങ്ങ്, കുട്ടിത്തേവാങ്ക് തുടങ്ങി ജന്തുക്കളുടെയും വിവിധയിനം ചിത്രശലഭങ്ങളുടെയും ആവാസ കേന്ദ്രം കൂടിയാണ് ഈ വനപ്രദേശം. കാടർ, മലയർ തുടങ്ങിയ ആദിവാസി വിഭാഗങ്ങൾ ഇവിടുത്തെ വനമേഖലകളിൽ വസിക്കുന്നു. വെള്ളച്ചാട്ടം കാണാൻ വരുമ്പോൾ ചായയോ കട്ടനോ ചുക്കുകാപ്പിയോ ഒക്കെ കുടിക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യമല്ല ഇവിടെ ഉണ്ട്. ധാരാളം ചെറിയ ഷോപ്പുകളൊക്കെ അതിനുവേണ്ടി ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. കൂടാതെ ആഹാരം ഇവിടെ കൊണ്ടുവച്ച് കഴിക്കുന്നവർക്ക് അതിനുള്ള സൗകര്യങ്ങളും എല്ലാം ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. കൈ കഴുകുന്നതിനുള്ള ഫെസിലിറ്റി, ശുദ്ധ വെള്ളം, അങ്ങനെ എല്ലാം കാര്യങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്. മാത്രമല്ല ലേഡീസിനും ജെൻസിനും ഒക്കെ സെപ്പറേറ്റ് ആയിട്ടുള്ള ടോയ്ലറ്റ് ഫെസിലിറ്റീസ്, അങ്ങനെ
എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഇതിനകത്ത് കയറി കഴിഞ്ഞാലുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കിപ്പോൾ വെള്ളം ദാഹിക്കുമെന്നോ അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും നമ്മൾ യാതൊരുവിധ ടെൻഷനും അടിക്കേണ്ട കാര്യമില്ല. നടന്ന് നമ്മൾ ഏകദേശം ഈ വെള്ളച്ചാട്ടത്തിനടുത്തേക്ക് എത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ കാണുന്നത് ചാലക്കുടി പുഴയാണ്. അതായത് നമ്മൾ ഇനി ഇറങ്ങാൻ പോകുന്നത്, നമ്മൾ നേരെ ഈ ചെന്ന് ഇറങ്ങുന്നത് ചാലക്കുടി പുഴ അതിരപ്പള്ളി വെള്ളച്ചാട്ടമായിട്ട് പരിണമിക്കുന്ന ആ ഒരു സ്ഥലത്താണ്. അപ്പം ഈ പാറയിലൂടെ നമുക്ക് ഇറങ്ങി ഈ നദിയുടെ കരയിൽ നമുക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ പാറ അത്യാവശ്യം വഴുക്കലുള്ളതാണെങ്കിലും വലിയ കുഴപ്പമില്ല. ഈ മഴയായതുകൊണ്ട് ചെറിയൊരു വഴുക്കലുണ്ടെങ്കിലും ശ്രദ്ധിച്ച് നടന്നു കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ആ നദിയുടെ അടുത്തെത്താൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു സ്ഥലത്തായിട്ട് നമുക്ക് കുളിക്കാനുള്ള ഫെസിലിറ്റീസും അവൈലബിൾ ആണ്. അത് ആ ഒരു സ്ഥലം പ്രത്യേകിച്ച് കയറിയിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പം ആ കയറിന് ഇപ്പുറത്ത് നിന്ന് നമുക്ക് കുളിക്കണമെങ്കിൽ കുളിക്കാം. ലേഡീസിനായിരുന്നാലും ജെൻസിനായിരുന്നാലും കുളിക്കാനുള്ള സൗകര്യമുണ്ട്. മാത്രമല്ല ഇപ്പോൾ ലേഡീസിനാണെങ്കിൽ കുളിച്ചതിന് ശേഷം ഡ്രസ്സ് മാറണമെങ്കിൽ അതിന് പ്രത്യേകിച്ച് ഒരു ഫെസിലിറ്റി അവിടെ ഒരുക്കിയിട്ടുമുണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളും നമുക്ക് പേടിക്കേണ്ടതായിട്ടില്ല. നല്ല സേഫാണ്. സേഫ് അല്ലാത്ത സ്ഥലങ്ങളെല്ലാം കയറേറ്റ് തിരിച്ചിട്ടുണ്ട്. അവിടെ ഒരുപാട് ഗാർഡുമാർ നിൽക്കുന്നുണ്ട്. അവർ പറയുന്നത് കേൾക്കുക എന്നുള്ളതേ ഉള്ളൂ. ഒരു എക്സ്റ്റെൻഡ് കഴിഞ്ഞ് അപകടത്തിലോട്ട് പോയി കഴിഞ്ഞാൽ അവർ വിസിലടിക്കും. അപ്പോൾ നമ്മൾ അവർ പറയുന്നത് പോലെ കേൾക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വേറെ രീതിയിൽ നമ്മൾ സാഹസം കാണിക്കാതിരുന്നാൽ ഭയങ്കര സേഫായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് മഴക്കാലമായതുകൊണ്ട് തന്നെ ഈ സീനും കാര്യങ്ങളെല്ലാം ഭയങ്കര ഒരു വൈബാണ്. ഇടയ്ക്കിടയ്ക്ക് ചാറ്റൽ മഴയും എല്ലാം ഉള്ളതുകൊണ്ട് നല്ല കിടിലനായിട്ട് വൈബടിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് അതിരപ്പള്ളി. വെള്ളച്ചാട്ടത്തിനടുത്തായിട്ട് നമ്മൾ ഈ കാണുന്ന ഒരു കൂടാരം, നമ്മൾ 2018 വലിയ പ്രളയം വന്ന് വെള്ളം കുത്തിയൊലിച്ചപ്പോൾ പോലും തകരാത്തൊരു കൂടാരമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെയൊക്കെ ഗാർഡുമാർ ഇരിക്കുന്നതാണ്. നമ്മളെ നിയന്ത്രിക്കുന്ന സഞ്ചാരികളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഗാർഡുമാർ അവിടെ എപ്പോഴും ഉണ്ടാവും. അതിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ടെല്ലാം കയറി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിനപ്പുറത്തോട്ട് പോകരുത്. ആ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെയും വേലി കെട്ടിയിട്ടുണ്ട്. നമ്മൾ അവിടെ നിന്ന് ഫോട്ടോ എടുക്കാനൊക്കെ അവർ അനുവദിക്കുന്നുണ്ട്. അതിന് പ്രത്യേകിച്ച് നിയന്ത്രണങ്ങളൊന്നുമില്ല. അവർ ആ നിയന്ത്രണ രേഖയ്ക്ക് അപ്പുറത്തോട്ട് എത്തിയാൽ മാത്രമേ അവർ ഇടപെടുത്തുള്ളൂ. അപ്പോൾ നമുക്ക് കിടിലനായിട്ട് ഒരു പ്രത്യേകിച്ച് വലിയ നിയന്ത്രണങ്ങളൊന്നുമില്ല, നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. പക്ഷേ അവിടുത്തെ കാര്യങ്ങളെല്ലാം ഒന്ന് നോക്കിയും കണ്ടും എൻജോയ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയാണ്. പക്ഷേ ഈ വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് വേറെ ലെവൽ കാഴ്ചയാണ്. നമുക്കിവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ആ ഒരു കാഴ്ച ഭയങ്കര സെറ്റപ്പാണ്. ഇന്നൊരു ബുധനാഴ്ച ദിവസമാണ്. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ള സഞ്ചാരികളൊക്കെ തന്നെ ഫുള്ള് അന്യസംസ്ഥാനത്ത് നിന്നുള്ളവരാണ്. അപ്പോൾ ഇത് ഏകദേശം രാവിലെ 9 മണി 9:30 സമയത്തുള്ള കാഴ്ചയാണ്. ഇപ്പോൾ തന്നെ ഒരുപാട് സഞ്ചാരികളുണ്ട്. ഇപ്പോൾ കൂടുതലും ആന്ധ്ര, തമിഴ്, അതുപോലെ കന്നഡ, ഹിന്ദി ഒക്കെ സംസാരിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ പലരും, അതായത് ഈ പ്രത്യേകിച്ച് ഈ ആന്ധ്ര അവിടെ നിന്നൊക്കെ വരുന്ന ആൾക്കാരൊന്നും പലരും ഈ നമ്മുടെ ഗാർഡുമാർ പറയണമെന്നും അവർ കേൾക്കുന്നില്ല. അവർ ഗാർഡന്മാരൊരു സ്ഥലത്ത് പോകരുതെന്ന് പറഞ്ഞാൽ അവർ അവിടെ പോകത്തുള്ളൂ. അങ്ങനെയുള്ള കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടു. അപ്പോൾ അവരെ നിയന്ത്രിക്കുന്നതിനാണ് സത്യം പറഞ്ഞാൽ ഗാർഡുമാർ ഭയങ്കര രീതിയിൽ കഷ്ടപ്പെടുന്നതെന്ന് തോന്നി.
പക്ഷെ നമ്മളെ മലയാളീസ് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും കാണിക്കുന്നില്ല. അവർ മാന്യമായിട്ട് നിന്ന് ഫോട്ടോയൊക്കെ എടുത്ത് എൻജോയ് ചെയ്യുന്നുണ്ട്. പക്ഷേ കാഴ്ചകൾ കിടിലമാണ്. ആ ചാലക്കുടി പുഴയുടെ ആ ഒരു ഭംഗി അതൊരു രസമുള്ള ഒരു കാഴ്ച തന്നെയാണ്. അപ്പോൾ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗി അതിൻ്റേതായിട്ടുള്ള രീതിയിൽ നമുക്ക് എൻജോയ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് വീണ്ടും താഴോട്ട് പോകാൻ പറ്റും. അപ്പോൾ അവിടെ പോയാലാണ് നമുക്ക് വെള്ളച്ചാട്ടം ആ ഒരു രീതിയിൽ അതിൻ്റെ ഫുൾ ഫ്രെയിമിൽ നമുക്ക് കണ്ട് ആസ്വദിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കിനി ഈ ഒരു കാഴ്ചയിൽ നിന്ന് നമുക്കിനി യഥാർത്ഥ വെള്ളച്ചാട്ടത്തിലോട്ട് പോകാം. അപ്പോൾ ഈ പോകുന്ന ആൾക്കാരെല്ലാം ഇനിയിപ്പം പോകുന്നത് അങ്ങോട്ടാണ്. അതായത് നമ്മൾ ഇവിടെ നിന്ന് കുറച്ച് മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ താഴോട്ടൊരു വഴിയുണ്ട്. അപ്പോൾ ആ വഴി നമ്മൾ കുറച്ച് ദൂരം നടന്നിറങ്ങുമ്പോഴാണ് നമുക്ക് ആ ഒരു വെള്ളച്ചാട്ടം ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പം വഴിയിലിടയിൽ നല്ല രീതിയിൽ മഴ പെയ്യാൻ തുടങ്ങിയപ്പോൾ തീർച്ചയായും നമ്മൾ ആ കോട്ടൊക്കെ എടുത്തിട്ടു. അപ്പം നമ്മൾ ഈ മഴ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ടല്ല നമ്മൾ കോട്ട് യഥാർത്ഥത്തിൽ വാങ്ങിച്ചത് വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഒരു സമയത്തുണ്ടാവുന്ന ഒരു ബ്രീസ് ഉണ്ടല്ലോ, അത് നമ്മൾ ഒന്ന് ചെറുക്കാൻ വേണ്ടിയിട്ടാണ് ഈ റെയിൻ കോട്ട് നമ്മൾ കയ്യിൽ കരുതേണ്ടത്. അത് നമുക്ക് അത്യാവശ്യമാണ്. അത് നമ്മൾ ഈ ഒരു വെള്ളച്ചാട്ടത്തിലൂടെ ആക്സസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ കുറച്ച് ദൂരം താഴോട്ട് ഇറങ്ങണം. അത് കുറച്ച് നല്ല ബുദ്ധിമുട്ടാണ്. താഴോട്ട് ഇറങ്ങുന്നതിനേക്കാളും ബുദ്ധിമുട്ടാണ് തിരിച്ചു കയറാൻ. അതുകൊണ്ടാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത് കൂടുതൽ വെയിറ്റുള്ള കാര്യങ്ങളൊന്നും കയ്യിൽ വയ്ക്കാതെ നമ്മൾ കുറച്ച് ഫ്രീ ആയിട്ട് ഇറങ്ങാൻ ശ്രമിക്കുക. അങ്ങനെ വരുമ്പോൾ നമുക്ക് തിരിച്ചു കയറാൻ ഭയങ്കര സുഖമായിരിക്കും. അങ്ങനെ നമ്മൾ നടന്ന് ഏറ്റവും താഴെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ആ വഴി എൻഡായിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് നമുക്ക് വെള്ളച്ചാട്ടം അതിൻ്റേതായിട്ടുള്ള ഒരു ഫുൾ ഫ്രെയിമിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അതിൻ്റെ ഏറ്റവും ഭംഗിയായിട്ട് നമുക്ക് കാണാൻ ആസ്വദിക്കാൻ കഴിയുന്ന ഒരു സ്ഥലം ഇവിടെയാണ്. ഇവിടെ തന്നെ ഈ മഴ പോലെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളച്ചാട്ടത്തിൽ നിന്നുള്ള ബ്രീസാണ് ഈ ഒരു മഴ പോലെ വരുന്നത്. അടിപൊളി കാഴ്ചയാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമ്മൾ റെയിൻ കോട്ട് കൈ കരുതിയിരുന്നില്ലെങ്കിൽ നമ്മൾ ഇവിടെ എത്തുമ്പോൾ മഴയുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ നല്ല രീതിയിൽ നനയും. റെയിൻ കോട്ട് മാത്രമല്ല, വേണമെങ്കിൽ ഒരു ഫോൺ കവറും കൂടെ കയ്യിൽ വെച്ചിരിക്കുന്നത് നല്ലതാണ്. അടിപൊളി കാഴ്ചയാണ്. ഇപ്പോൾ നമ്മുടെ ബാഹുബലി ഒക്കെ ചിത്രീകരിച്ചിരിക്കുന്ന സ്ഥലമാണ്. ഒരുപാട് സിനിമകൾ ഹിന്ദി, തമിഴ്, തെലുങ്കിലൊക്കെ ഒരുപാട് സിനിമകൾ ചിത്രീകരിച്ചിട്ടുള്ള സ്ഥലം. മലയാളത്തിൽ ഒക്കെ തന്നെ ഒരുപാട് നല്ല പടങ്ങളൊക്കെ ചിത്രീകരിച്ചിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ അതിൻ്റെ കാരണം നമുക്ക് ഇവിടെ നിന്ന് നിൽക്കുമ്പം തന്നെ മനസ്സിലാവും. നമുക്കൊരു നയാഗ്ര വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഒരു ഫീലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സൗത്ത് ഇന്ത്യയിലെ നയാഗ്ര വെള്ളച്ചാട്ടം എന്നാണ് നമ്മുടെ ഈ അതിരപ്പള്ളി വാട്ടർഫാൾസ് അറിയപ്പെടുന്നത്. ഇപ്പോൾ വീഡിയോയിൽ കാണുന്ന ഇത് മഴ പെയ്യുന്നതല്ല കേട്ടോ. അതായത് വെള്ളച്ചാട്ടത്തിൽ നിന്നുള്ള ആ ഒരു ഇത് മഴ പോലെ പെയ്യുന്നതാണ്. മഴ പോലെ നമ്മുടെ ദേഹത്ത് വീണതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ക്യാമറ എടുത്ത് വയ്ക്കുമ്പോഴായിരുന്നാലും ഫോണെടുത്ത് വീഡിയോ എടുക്കുമ്പോഴെല്ലാം തന്നെ ഒരു സെക്കൻഡ് കേൾക്കാൻ തന്നെ നമ്മുടെ ലെൻസ് ഫുള്ള് ഇങ്ങനെ വെള്ളം കൊണ്ടങ്ങ് നിറയും. അത്രയ്ക്ക് ഫോഴ്സിലാണ് ഈ വെള്ളം വീഴുന്നത്. അത്രയ്ക്ക് എമൗണ്ട് വെള്ളമാണ് വീഴുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു പ്രതിഫലനം നമുക്ക് ഇവിടെ കരയിലുണ്ടാവുമല്ലോ.
അടിപൊളി കാഴ്ച. എന്തായാലും ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ആതിരപ്പള്ളി വാട്ടർഫോൾസ് വരുന്നത്. അപ്പോൾ തീർച്ചയായും കുറച്ച് സമയം നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാൻ തന്നെ നമുക്ക് തോന്നിപ്പോകും. തിരിച്ച് കയറി പോകുന്നതിനെ കുറിച്ച് നമ്മൾ അങ്ങനെ ചിന്തിക്കത്തില്ല. അത്ര ഭംഗിയുള്ളൊരു സ്ഥലം. മലയാളം, തമിഴ്, ഹിന്ദി സിനിമകളുടെ ഒരു ഇഷ്ട ലൊക്കേഷൻ കൂടിയാണ് അതിരപ്പള്ളി. സംവിധായകൻ മണിരത്നത്തിൻ്റെ രാവൺ എന്ന സിനിമയിലെ ഒരു പ്രശസ്തമായ സംഗീത രംഗം ചിത്രീകരിച്ചത് ഇവിടെയാണ്. ബഹുഭാഷ ബിഗ് ബഡ്ജറ്റ് ചിത്രമായ ബാഹുബലിയിലെ പ്രശസ്തമായ വെള്ളച്ചാട്ട രംഗങ്ങൾ അതിരപ്പള്ളി ചിത്രീകരിച്ച് ഗ്രാഫിക്സിന്റെ സഹായത്തോടെ വിപുലീകരിച്ചവയാണ്. വാഴച്ചാലിൽ പാറക്കെട്ടുകൾക്കിടയിലൂടെ ഒഴുകുന്ന വെള്ളത്തിന്റെ അപകട സാധ്യതയും മുന്നറിയിപ്പ് ബോർഡുകളും വകവയ്ക്കാതെ അലക്ഷ്യമായി വെള്ളത്തിലിറങ്ങിയുള്ള വിനോദങ്ങൾ പലപ്പോഴായി 35ലേറെ ആളുകളുടെ, കൂടുതലും യുവാക്കളുടെ ജീവഹാനിക്ക് ഇടയാക്കിയിട്ടുണ്ട്. നമ്മൾ കാണുന്നത് പോലെ തന്നെ വളരെ സൗന്ദര്യമുള്ളൊരു വെള്ളച്ചാട്ടം എന്നതിനോടൊപ്പം തന്നെ വളരെ അപകടം പിടിച്ചൊരു വെള്ളച്ചാട്ടം കൂടിയാണ് അതിരപ്പള്ളി വെള്ളച്ചാട്ടം. അപ്പോൾ ആതിരപ്പള്ളി വാട്ടർഫാൾസിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ജസ്റ്റ് ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നമ്മൾ ഒരിക്കൽ കൂടി പറയുകയാണ്, ആതിരപ്പള്ളി വാട്ടർഫാൾസ് അടയ്ക്കുന്നതിന് തൊട്ട് മുമ്പ് ഒന്നോ രണ്ടോ ദിവസങ്ങൾക്ക് മുമ്പ് എടുത്തേക്കുന്ന ഒരു വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് പെട്ടെന്ന് തന്നെ ആതിരപ്പള്ളി വാട്ടർഫാൾസിലേക്ക് പോകരുത്. അത് ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശങ്ങളൊക്കെ നോക്കി അത് ഓപ്പൺ ആണോ അല്ലയോ എന്നൊക്കെ കൺഫേം ചെയ്തിട്ട് മാത്രം പോവുക. ഈ ആതിരപ്പള്ളി വാട്ടർഫാൾസ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം മാത്രമല്ല, വരുന്ന വഴിയൊക്കെ തന്നെ അപകടം പിടിച്ച സ്ഥലങ്ങളാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.